മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാവ് മിലിന്ദ് ദേവ്ര ശിവസേനയിൽ ചേർന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ സാന്നിധ്യത്തിലാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. പ്രേംലാൽ കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രേംലാൽ, ഒരു വശത്ത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. മറുവശത്ത് കോൺഗ്രസിന് തിരിച്ചടിയായിക്കൊണ്ട് കോൺഗ്രസിലൊരു മുതിർന്ന നേതാവ് പാർട്ടി വിട്ട ശിവസേനയിൽ ചേർന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അതെ കീർത്തി, വളരെ നാടകീയമായ അരങ്ങുകൾ രാവിലെ മുതൽ മഹാരാഷ്ട്രയിൽ അരങ്ങേറുന്നത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മുൻ കേന്ദ്രമന്ത്രി മിലിന്ദ് ദേവ്ര മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ ചേർന്നിരിക്കുകയാണ്. മുംബൈയിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ മിലിന്ദ് ദേവ്രയെ ഔദ്യോഗികമായി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് മിലിന്ദിനെ കൂടാതെ സൗത്ത് മുംബൈയിലെ നിരവധി കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും അനുയായികളും ചടങ്ങിൽ ഷിൻഡെ പക്ഷം ശിവസേനയുടെ ഭാഗമായി. കോൺഗ്രസിനും മഹാവികാസ് അഘാടി സർക്കാരിനും വലിയ തിരിച്ചടി നൽകിയാണ് ഷിൻഡെ BJP സഖ്യത്തിന്റെ ഏറ്റവും പുതിയ നീക്കം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഷിൻഡെ പക്ഷ നേതാവായ ഉദയ് സാമന്ത് മിലിന്ദ് ദേവ്രയുടെ രാജിയും ചൂടുമാറ്റവും സ്ഥിരീകരിച്ചിരുന്നു. കൂടാതെ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിടുമെന്നും ഷിൻഡെ വിഭാഗത്തിലേക്ക് വരുമെന്നും സാമന്ത് നൽകിയ സൂചന ശരിവെക്കുന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയായ വർഷയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അരങ്ങേറിയ രാഷ്ട്രീയ ചൂടുമാറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. BJPയും ഷിൻഡെ പക്ഷവും ചേർന്നൊരുക്കിയ രാഷ്ട്രീയ നീക്കത്തിൽ ഇന്ന് സംസ്ഥാനത്തെ നിരവധി മുതിർന്ന കോൺഗ്രസുകാരും വനിതാ നേതാക്കളുമാണ് പാർട്ടി വിട്ട് ഭരണപക്ഷത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മിലിന്ദ് ദേവ്ര പാർട്ടി വിടുന്നത് ദക്ഷിണ മുംബൈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ മിലിന്ദിനോടൊപ്പം നിരവധി അനുയായികളും പാർട്ടി വിട്ടതോടെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയായി. പാർട്ടിയെ ശക്തിപ്പെടുത്താനും പുനരുജ്ജീവിപ്പിക്കാനും രമേശ് ചെന്നിത്തല ചുമതലയേറ്റതിന് പുറകെയാണ് ഇത്തരമൊരു നീക്കം നടന്നതെന്നതും വളരെ ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കർ ഒരു MLAയെയും അയോഗ്യരാക്കിയിട്ടില്ലെന്നും താക്കറെ ഗ്രൂപ്പിലെ MLAമാർ ഉടനെ ഷിൻഡെ പക്ഷത്തേക്ക് വരുമെന്നും ഇന്നലെ ഉദയ സാമന്ത് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നാടകീയമായ നീക്കങ്ങൾക്കായിരിക്കും വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ശരി, പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്.